നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 3-ലെ ഉണ്ണിയുടെ വിമാനയാത്ര എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ആദ്യമായി സൈക്കിൾ യാത്ര നടത്തിയത്, ബസ്സിൽ കയറിയത്, തീവണ്ടിയിൽ യാത്ര ചെയ്തത്, ബോട്ടിൽ യാത്ര ചെയ്തത്, അങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ട് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകും. അതുപോലെ ഉണ്ണിയുടെ ആദ്യ വിമാനയാത്രയിലെ വിശേഷങ്ങളാണ് പ്രശസ്ത കവയിത്രി ബാലാമണി അമ്മയുടെ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. പാഠഭാഗം നോക്കിയ മക്കളെ, നമുക്കിനി ആദ്യ വിമാനയാത്രയെക്കുറിച്ച് ഉണ്ണി പറയുന്നത് എന്തെല്ലാമെന്നറിയാം. ഉണ്ണിയുടെ വിമാനയാത്ര നോക്കിയ മക്കളെ, വാരുളിയാളുമി പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ. ഉണ്ണി വിമാനത്തിൽ കയറിയതിനെക്കുറിച്ച് എന്താ പറയുന്നത് നോക്കിയ മക്കളെ. നല്ല ശോഭയുള്ള, നല്ല ഭംഗിയുള്ള ഒരു പാവപ്പരുന്തിൻ്റെ വായിൽ ചെന്ന് കയറിയെന്നാണ് ഉണ്ണി വിമാനത്തിൽ കയറിയതിനെക്കുറിച്ച് പറയുന്നത്. കൂറ്റൻ മരങ്ങൾക്കുമീതെ ഇതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ. വലിയ മരങ്ങൾക്ക് മുകളിലൂടെ നല്ല ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് കാറ്റിൽ വിമാനം എന്ത് ചെയ്യുന്നത്? പറക്കുന്നത്. പിന്നെയും വീട്ടിലേക്ക് എത്തും വരേക്കമ്മ എന്നെ മടിയിലിരുത്തു. എന്താ മക്കളെ കുട്ടി അമ്മയോട് ചോദിക്കുന്നത്? വീട്ടിലെത്തുന്നത് വരെ അമ്മ എന്നെ മടിയിലിരുത്താമോ എന്ന് കുട്ടി അമ്മയോട് ചോദിക്കുന്നു. അടുത്ത പേജ് നോക്കിയ മക്കളെ, ഇത്തിരി മുമ്പ് നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ. കുട്ടി അമ്മയോട് പറയുകയാണ്, അമ്മേ, കുറച്ച് മുമ്പ് വരെ നമ്മൾ നിന്ന വഴികളെല്ലാം ഒരു ചിത്രം പോലെ മങ്ങി വരുന്നത് നോക്കൂ എന്ന് കുട്ടി അമ്മയോട് പറയുന്നു. നിശബ്ദമായെങ്ങു പായുന്നു കാറുകൾ, നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ. നിശബ്ദമായിട്ട് ഒരു ശബ്ദവുമില്ലാതെ റോഡിലൂടെ കാറുകൾ എന്ത് ചെയ്യുന്നു? പാഞ്ഞു പോകുന്നു. ആളുകളോ എങ്ങനെയാ പോകുന്നത്? അവരാരും പരസ്പരം മിണ്ടാതെ ആൾക്കാർ നടന്നു പോവുകയും ചെയ്യുന്നു. മന്നിടം നീളെ കളിക്കോപ്പ് ചിന്നിയ തിണ്ണയായി മാറുകയല്ലോ. ഭൂമി കളിപ്പാട്ടങ്ങളെല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുന്ന, ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു തിണ്ണ പോലെയാണെന്ന് കുട്ടിക്ക് തോന്നുന്നു. നാലുപാടും നറുപ്പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുന്നു. 4 വശത്തും നല്ല പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുകയാണോ എന്ന് കുട്ടി ചോദിക്കുന്നു. ഒരുപക്ഷെ മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദികളെ ആവാം ഇങ്ങനെ കുട്ടി പറയുന്നത്. എന്താ മക്കളെ പറയുന്നത്? നീലാന്തരീക്ഷത്തിൽ, നീല നിറമുള്ള അന്തരീക്ഷത്തിൽ ചെറിയ കുന്നുകൾ പോലെ മേഘക്കൂട്ടങ്ങൾ എന്തു ചെയ്യുന്നു? പതഞ്ഞു പൊങ്ങുന്നു. മേഘക്കൂട്ടം പറന്നു നടക്കുന്നു. വെണ്മയും നീലയും, നീലയും വെണ്മയും വേറെ നിറങ്ങളില്ലെങ്ങും. എന്താ മക്കളെ പറയുന്നത്? ആകാശത്തെത്തിയപ്പോൾ അവിടെ വെള്ള നിറവും നീല നിറവും അല്ലാതെ വേറെ ഒരു നിറങ്ങളും തന്നെ കാണാനില്ല. എങ്ങുപോയി 1000 ജീവികൾ തന്നൊച്ച, എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം. എന്താ മക്കളെ ഉണ്ണി ചോദിക്കുന്നത്? ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആയിരക്കണക്കിന് ജീവികളുടെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗന്ധങ്ങൾ അനുഭവപ്പെടുമായിരുന്നു, മണം നമുക്ക് അനുഭവപ്പെടുമായിരുന്നു. ഇപ്പോൾ അവയെല്ലാം എവിടെ പോയി എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ലാതെ ഉണ്ണിക്കു തോന്നുന്നു പാടാൻ. ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ലാതെ, ചിറകിൻ്റെ ശബ്ദമല്ലാതെ. എന്തിൻ്റെ ചിറകാ മക്കളെ? പാവപ്പരുന്തിൻ്റെ, നമ്മുടെ വിമാനത്തിൻ്റെ ചിറകിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനേയില്ല. ഉണ്ണിക്കു തോന്നുന്നു പാടാൻ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് എന്താ മക്കളെ തോന്നിയത്? ഉണ്ണിക്ക് പാടാൻ തോന്നുന്നു. പാറി ഉയരുമ്പോൾ ഏതു പറവയും പാടുവാൻ എന്തെന്നറിഞ്ഞേൻ. അപ്പോൾ ഉണ്ണിക്ക് എന്താ മക്കളെ മനസ്സിലായത്? പറന്നങ്ങ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഏതു പക്ഷിയായാലും പാടുന്നത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ഉണ്ണിക്ക് മനസ്സിലായി. വീട്ടുമുറ്റങ്ങളിൽ ഈ വിമാനത്തിൽ കണ്ണട്ട് നിൽപ്പുണ്ടാമെൻ കൂട്ടർ. വീടുകളിലെ മുറ്റങ്ങളിൽ ഈ വിമാനത്തിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ കൂട്ടുകാർ നിൽപ്പുണ്ടാവുമെന്നുണ്ണി പറയുന്നു. എന്നിട്ട് നോക്കിയേ, പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാം, ഇതിലേറാൻ നെഞ്ചിലൊട്ടാശയുമുണ്ടാം. അവര് കുഞ്ഞു കൈകൊണ്ട് വിമാനത്തിലേക്ക് ചൂണ്ടുന്നുണ്ടാവാം അല്ലേ? അതുപോലെ തന്നെ അവർക്ക് ഈ വിമാനത്തിൽ കയറുന്നതിനുള്ള ആഗ്രഹവും ഉണ്ടായിരിക്കാം. അന്തിക്ക് വാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ. സന്ധ്യാസമയമായി. അപ്പോൾ സൂര്യൻ എങ്ങനെയാ മക്കളെ കാണപ്പെട്ടത്? ആകാശത്തിൻ്റെ വക്കത്ത് അതാ ചെന്തിയുടുപ്പിട്ട പോലെ ചുവന്നു തുടുത്ത് സൂര്യൻ നിൽക്കുന്നു. പണ്ടെങ്ങും കാണാത്ത ചേലും വലിപ്പവും ഉണ്ട് തിന്നിപ്പോൾ എന്നമ്മേ. പണ്ടെങ്ങും കാണാത്ത ഭംഗിയും വലിപ്പവും ഇപ്പോൾ സൂര്യനുണ്ടെന്ന് കുട്ടി അമ്മയോട് പറയുന്നു. എല്ലാം നിഴൽപ്രായം ആകാശക്കപ്പലിതല്ലിനടിയിൽ നീന്തുമ്പോൾ.
ഈ ആകാശക്കപ്പൽ മേഘങ്ങൾക്കടിയിലൂടെ നീന്തുമ്പോൾ എല്ലാം ഒരു നിഴൽ പോലെയാണ് തോന്നുന്നത്. ചുറ്റും കടന്നു വന്ന് ഉണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പൂ. ഉണ്ണി നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാ മക്കളെ ഉണ്ണി പറയുന്നത്? ഉണ്ണി നക്ഷത്രങ്ങൾ, കുഞ്ഞു നക്ഷത്രങ്ങൾ ചുറ്റും കടന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് ഉണ്ണി പറയുന്നു. നോക്കുക, താഴെ വെളിച്ചത്തിൻ മൊട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. ഇരുട്ടായപ്പോൾ താഴെ ബൾബുകൾ പ്രകാശിക്കുന്നത് കണ്ട് വെളിച്ചത്തിൻ്റെ മൊട്ടുകൾ വേഗത്തിൽ വിരിഞ്ഞു വരുന്നത് കാണുന്നു എന്നും കുട്ടി അമ്മയോട് പറയുന്നു. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്